ആശങ്കപ്പെടുത്തിയ വാർത്തയുടെ തുടർച്ചയിലേക്കാണ്. നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ആത്മഹത്യ. അതിന് പിന്നാലെ പുറത്തുവരുന്ന വിവരങ്ങൾ തീർച്ചയായും കേരളത്തെ ആകെ ഞെട്ടിപ്പിക്കുന്നതാണ്. മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് ആദ്യം. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിനെതിരെ മറ്റൊരു രക്ഷിതാവ് കൂടി രംഗത്ത് വന്നിരിക്കുന്നു. PTA മീറ്റിംഗിൽ പരസ്യമായി വേസ്റ്റ് എന്ന് പറഞ്ഞ് മകളെ അധിക്ഷേപിച്ചു. രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ച് അടിക്കാനോങ്ങിയെന്നും കോഴിക്കോട് സ്വദേശിയെ ഷാജി മാതൃഭൂമി ന്യൂസിനോട് തുറന്നു പറയുകയാണ്. ആദ്യം കേൾക്കാം ആ പിതാവിന്റെ വാക്കുകൾ. എൻ്റെ മകൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയറിനെ. അപ്പോൾ ഈ മരിച്ച പയ്യൻ നിതിൻ രാജ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണ്. നമുക്കിവിടെ ബോധ്യപ്പെട്ട കാര്യമാണ്. ആ സ്റ്റാഫ് റൂം എന്ന് പറയുന്നത് ഒരു കളിയാക്കലിൻ്റെ സെൻ്ററാണ്. അത് ഈ റാംസാറാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നത്. ഇവനെ ഈ നിതിൻ എന്ന് പറഞ്ഞ പയ്യനെ നല്ലോണം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാർച്ച് 13-ാം തീയതി അന്നാണ് ഇവനെ ക്ലാസ്സിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തത്. ഈ റാംസാർ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ്. ഞങ്ങളന്ന് മീറ്റിങ്ങിന് വന്ന സമയത്ത് സ്വന്തം മോളെ കൊണ്ട് പറയാം വേസ്റ്റ്, ഒരു രക്ഷിതാവിൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത് ഇവൾ വേസ്റ്റാണ്. അങ്ങനെ ഒരു അധ്യാപകൻ പറയും, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടുണ്ടോ? അത് കേട്ട് മറ്റുള്ള അധ്യാപകർ നിൽക്കുകയാണ്. അവർ പ്രതികരിക്കുന്നില്ല. എൻ്റെ മോളെ അടിക്കാൻ അയാൾ കയ്യോങ്ങി. നമുക്ക് അന്നേരം പ്രതികരിക്കാൻ പറ്റില്ല. കാരണം ഇവളിവിടെ 5.5 വർഷം പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവളെ ഇൻ്റേണൽ മാർക്ക് കുറയ്ക്കും. ഇവർ 10 വർഷം വരെ ഇവിടെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പം നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല, കേട്ട് നിൽക്കാനേ പറ്റുള്ളൂ. 5 ദിവസം ഇപ്പോൾ ഇത് ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രഖ്യാപിച്ചിട്ട് നിങ്ങളെ മീഡിയൻ്റെ മുന്നിൽ എന്തെങ്കിലും ഇതിൻ്റെ ഒരു പുരോഗതി പറയേണ്ടതല്ലേ? ഒരു SP-ൻ്റെ കീഴിൽ നടക്കുന്ന അന്വേഷണം, ഇതൊക്കെ മറ്റാർക്കോ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ആ പയ്യൻ നല്ല ബോൾഡ് പയ്യനാണ്. കാരണം മക്കൾ പറഞ്ഞിട്ട് നമുക്കറിയാം അത്രയും പോകില്ല. ഞാനാണെങ്കിൽ പിന്നീട് ക്ലാസ്സിൽ വരില്ല. അത്രയും ഹറാസ്മെൻറ്റ് നടന്നൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 19-20 വയസ്സായ ഒരു പയ്യന് ഇതിന് തയ്യാറായെന്ന് പറഞ്ഞാൽ അത്രയും അവന് ഇത് ബോൾഡായതുകൊണ്ടാണ്. നമുക്ക് ഇവിടുന്ന് സീനിയർ വിദ്യാർത്ഥികളുടെ നിന്ന് അറിയാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ അന്നത്തെ ദിവസം ഈ കുട്ടിയെ ലാസ്റ്റ് വിളിച്ച ദിവസം പ്രിൻസിപ്പാൾ റൂമിൽ റാംസാർ ഉണ്ടായിരുന്നു. അവിടെ ഫൈസൽ എന്ന് പറഞ്ഞ ഡോക്ടർ ഉണ്ടായിരുന്നു. പുറത്ത് ലതാമാം ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ ശരിക്കും ഇവിടെ തന്നെ അന്വേഷിച്ചാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ ആ രൂപത്തിൽ കേസ് നീങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. CK വിജയൻ വിവരങ്ങളുമായിട്ടുണ്ട്. ഇതിപ്പോൾ കോളേജ് ക്യാമ്പസിൽ അതിന് പുറത്തേക്ക് കുട്ടികളുടെ പ്രതിഷേധം നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അവർ പ്രതിഷേധ മാർച്ചുമായി മുന്നോട്ട് പോകുന്നു. CK വിജയൻ കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ഒപ്പം പ്രതിഷേധ കാര്യങ്ങളെക്കുറിച്ച് പറയാം. CK, ഇപ്പോൾ പിതാവിൻ്റെ പ്രതികരണം പെട്ടെന്ന് ആളുകൾ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? മകളെ അടിക്കാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ മകളെ വേസ്റ്റ് എന്ന് പറഞ്ഞ് അപമാനിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചില കോണുകളിൽ നിന്ന് വാദങ്ങൾ വരാം. പക്ഷേ ഒരു അച്ഛൻ്റെ, ഒരു പിതാവിൻ്റെ നിസ്സഹായാവസ്ഥ കൂടിയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. 5.5 വർഷം മകൾ അവിടെ പഠിക്കേണ്ടതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇൻ്റേണൽ മാർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ മോളുടെ വീണ്ടും വർഷങ്ങൾ നീണ്ടുപോകും. അത് അവർക്കുണ്ടാകുന്ന പ്രതിസന്ധി വലുതാണ്. അങ്ങനെ ആളുകൾ മനസ്സോടെ മിണ്ടാതിരിക്കേണ്ടി വരികയാണ് പല അച്ഛന്മാരും എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. ഇത് എങ്ങനെയാണ് CK ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങളുമായി ഈ കോളേജ് മുന്നോട്ട് പോകുന്നത്? ദിവിഷ്, ഞാൻ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുടെ ലൈവിൽ നിൽക്കുമ്പോഴാണ് ഈ ഷാജി എന്ന് പറയുന്ന രക്ഷിതാവ് ഇങ്ങോട്ട് വന്ന് സമീപിക്കുന്നത്. മറ്റ് രക്ഷിതാക്കൾ ഒരുപക്ഷെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ മടിക്കുന്ന സാഹചര്യത്തിലാണ് ഷാജി സ്വമേധയാ ഇവിടത്തേക്ക് വരികയും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മകളുടെ ക്ലാസ്സിലാണ് നിതിൻ രാജ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ. വേസ്റ്റ് എന്ന് ഈ റാം ഉൾപ്പെടെയുള്ള ആൾക്കാർ വിളിക്കുന്നു. അതോടൊപ്പം തന്നെ പല രീതിയിലും ഹരാസ്മെന്റ് നടത്തുന്നു. ഈ പറയുന്ന രക്ഷിതാക്കളും ഈ സ്റ്റാഫ് റൂം എന്ന് പറയുന്ന ഇത്തരത്തിൽ ഈ ഏത് സമയത്തും കുട്ടികൾ പീഡിപ്പിക്കാൻ ഉപയോഗിക്കുന്ന റൂമാണ്. റാം എന്ന് പറയുന്ന അധ്യാപകനാണ് ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. മറ്റ് അധ്യാപകരെല്ലാം തന്നെ അതിന് മൂളിക്കൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രതികരിക്കാതെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന അധ്യാപകരോട് റാം വീണ്ടും ആക്രോശിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെ ചീത്ത വിളിക്കാത്തത് എന്ന്. സ്വന്തം പിതാവിൻ്റെ മുന്നിൽ വെച്ച് ഒരു മകളെ വേസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, വേസ്റ്റ് ആണെങ്കിൽ ആ കുട്ടി ഇത്രയും വലിയൊരു പ്രൊഫഷണൽ കോളേജുകൾക്ക്, പ്രൊഫഷണൽ കോഴ്സിന് എത്തിച്ചേരില്ലല്ലോ എന്നതുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള സംഘർഷമാണ് അയാൾ പങ്കുവെക്കുന്നത്. അതുമാത്രമല്ല, ഈ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം അതുകൊണ്ട് സ്വമേധയാ മുന്നോട്ട് വരികയും ഈ പ്രശ്നം പരിഹരിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്ന രക്ഷിതാക്കളുടെ പ്രതിനിധികളിൽ ഒരാളാണ്.